കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക നിയമനം പ്രതിസന്ധിയിലായി. 8 കൊല്ലമായി ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കാൻ സ്ഥിരം അധ്യാപകരില്ല. താൽക്കാലിക അധ്യാപക നിയമനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചെന്നും പരാതി ഉയർന്നു. റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം കൊടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. ഈ പ്രതികരണം ആദ്യം വിശദീകരിക്കാം. 1.5 കൊല്ലമായിട്ട് ആ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകൻ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ അഡീഷണൽ ചുമതല, അധിക ചുമതല എന്നുള്ള നിലയിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാർക്കാണ് കൊടുത്തേക്കുന്നത്. PG വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം ഗവേഷക വിദ്യാർത്ഥികളുണ്ട്. PG വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ ഡെസർട്ടേഷൻ്റെ ഗൈഡുകൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് അവിടെ ഒരു ഗൈഡില്ലാത്ത സ്ഥിതിയിലാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംവരണ അട്ടിമറിയും കൂടെ നടക്കുകയാണ്. അധ്യാപകർ അവർലി ബേസിൽ എടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ രീതിയിൽ റിസർവേഷൻ റൂസ്റ്റർ പാലിക്കാതെ അതും കൂടെ ഈ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണ്. 7 വർഷക്കാലമായിട്ട് അവിടെ ഒരു പെർമനന്റ് അധ്യാപകൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. എന്നാൽ അവിടെ കൃത്യമായിട്ടൊരു അധ്യാപന നിയമനം നടത്താൻ വേണ്ടിയിട്ട് സർവകലാശാല ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള അതിൻ്റെ പുതിയ കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ നിയമനത്തിൽ പോലും വളരെ കൃത്യമായിട്ട് PhD ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ അതിന് മേലെ ക്വാളിഫിക്കേഷനുള്ള ഒരു അധ്യാപകർ പോലും അതിനകത്ത് വന്നിട്ടില്ല. അത് തീർച്ചയായും ഇവിടുത്തെ PG വിദ്യാർത്ഥികളുടെ ഡെസർട്ടേഷനെയും അതുപോലെ തന്നെ ഗവേഷകരുടെ കൃത്യമായിട്ടുള്ള ഗവേഷണത്തെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ ബാധിക്കും. തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു. പറയൂ സമീർ. കഴിഞ്ഞ 8 വർഷമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിര അധ്യാപകരില്ല എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല HODയും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഇവർക്കൊക്കെ തന്നെ ഗൈഡ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പഠനത്തെ തന്നെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നു. എന്നാൽ താൽക്കാലിക നിയമനത്തിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും സ്വന്തം ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള നിയമനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ സംവരണ മാനദണ്ഡങ്ങളൊക്കെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ തന്നെ ഈ അട്ടിമറി നേരിടുന്ന ആളുകൾ ഈ നിയമ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അതിലൊക്കെ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തവണത്തെ ഈ ഗസ്റ്റ് റാങ്ക് ലിസ്റ്റും അതും സമാനമായ രീതിയിൽ പുനഃപരിശോധിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഈ സ്ഥിര അധ്യാപകരില്ല എന്ന് മാത്രമല്ല, താൽക്കാലിക അധ്യാപകരുടെ നിയമനത്തിൽ പോലും അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. അത് വിദ്യാർത്ഥികളെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു പരിഹാര വിഷയത്തിൽ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്.